വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള വർക്ക് എന്നുള്ളത് ഓൺ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന വർക്കാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ തീം എന്നുള്ളത്, മോഡേൺ തീംസ് എന്നുള്ളത് ഇൻഡസ്ട്രിയലൈസേഷൻ, അർബണൈസേഷൻ, ഗ്ലോബലൈസേഷൻ, മോഡേണൈസേഷൻ ആൻഡ് ഫെമിനിസം ആൻഡ് വുമൻസ് എംപവർമെൻറ്റ് ആൻഡ് ദ ചേഞ്ചിങ് സോഷ്യൽ ഡൈനാമിക്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ മേജർ തീംസ് ഓഫ് ദ മോഡേൺ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ്. മേജർ തീംസ് ഇൻ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എടുത്തു നോക്കുകയാണെങ്കിൽ കൾച്ചറൽ പ്ലൂറലിസം, ഐഡൻറ്റിറ്റി ആൻഡ് കണ്ടംപററി ഇഷ്യൂസ്. റൈറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ റീജിയണൽ ഡയലക്റ്റും അതുപോലെ തന്നെ ട്രഡീഷൻസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനെന്ന് വെച്ചാൽ ടു ക്രിയേറ്റ് യുണീക്ക് സ്റ്റൈൽസ് ആൻഡ് നെറേറ്റീവ്സ്. യുണീക്ക് സ്റ്റൈൽസും നെറേറ്റീവ്സും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റേഴ്സ് റീജിയണൽ ഡയലക്റ്റും ട്രഡീഷൻസും യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബ്ലെൻഡ്സ് ചെയ്യുന്നുള്ളത് വെസ്റ്റേൺ ലിറ്റററി ഫോംസ് വിത്ത് ഇൻഡിജീനസ് തീംസ് ആണ്. ഇന്ത്യൻ മോഡേണിസ്റ്റ് പോയറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ടെൻഷൻ ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി, റൂറൽ ആൻഡ് അർബൺ ലൈഫ്, അതുപോലെ തന്നെ സെർച്ച് ഫോർ ഒതൻറ്റിസിറ്റി. തീംസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഐഡൻറ്റിറ്റി ആൻഡ് കമ്മ്യൂണൽ ടെൻഷൻ റിലവൻറ്റ് ഇൻ മോഡേൺ ഇന്ത്യ. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു മോഡേൺ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിലെ മേജർ തീംസ് എന്നുള്ളത് ഇൻഡസ്ട്രിയലൈസേഷൻ, അർബണൈസേഷൻ, ഗ്ലോബലൈസേഷൻ, മോഡേണൈസേഷൻ ആൻഡ് ഫെമിനിസം. Hindi novels on partition continue to resonate with contemporary readers and writers. Contemporary readersനെയും റൈറ്റേഴ്സിനെയും റെസൊനേറ്റ് ചെയ്യാണ് ഹിന്ദി നോവൽസ് പേർട്ടിഷൻ എന്നുള്ളത്. അതർ തീംസ് എടുത്തു നോക്കുകയാണെങ്കിൽ സാംസ്കാരിക പ്രത്യേകതകൾ, പോസ്റ്റ് കൊളോണിയലിസം, മൊറാലിറ്റി ആൻഡ് ബ്രേവറി, അതുപോലെ തന്നെ ഇഷ്യൂസ് ഓഫ് സെക്ടേറിയൻ വയലൻസ് ആൻഡ് റെഫ്യൂജി ക്രൈസസ്. ഇനി ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ളത് ഇസ് ദ ബോഡി ഓഫ് വർക്ക് ബൈ റൈറ്റേഴ്സ് ഇൻ ഇന്ത്യ ഹു റൈറ്റ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതുന്നുള്ള ഇന്ത്യൻ റൈറ്റേഴ്സിൻ്റെ ഒരു ബോഡി വർക്കിനാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നുള്ളത്. ഇനി ഫാദർ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് കൺസിഡർ ചെയ്യുന്നുള്ളത് മുൽഖരാജ് ആനന്ദിനെയാണ്. ആ ഒരു റൈറ്ററിനെയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് കൺസിഡർ ചെയ്യുന്നുള്ളത്. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നുള്ളത് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ളത് യുണീക്ക് ബ്ലെൻഡ് ഓഫ് വെസ്റ്റേൺ ലിറ്റററി ഫോംസ് ആൻഡ് ഇന്ത്യൻ തീംസ് ആണ്. ഇത് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് കൺട്രീസ് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പാണ് ഈ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. ഇനി ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളൊരു തീമാണ്, പലപ്പോഴും എക്സ്പ്ലോർ ചെയ്യുന്നുള്ള ഒരു തീമാണ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഐഡൻറ്റിറ്റി. അതുപോലെ തന്നെ ഇന്ത്യയിൽ കൊളോണിയലിസത്തിൻ്റെ ഇമ്പാക്റ്റും കോമൺ തീമാണ് ഈ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. ഇനി ടെൻഷൻ ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി ഈസ് എ തീം ഇൻ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. ഫെമിനിസം അതുപോലെ തന്നെ ചേഞ്ചിങ് സോഷ്യൽ ഡൈനാമിക്സ് അറൗണ്ട് ജെൻഡർ ആർ പ്രോമിനൻ്റ് തീംസ്. ഇനി ഇൻഡസ്ട്രിയലൈസേഷൻ, അർബണൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഇതൊക്കെ മേജർ തീംസ് ഓഫ് മോഡേൺ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ്. ഇനി ഇന്ത്യൻ നമ്പറിംഗ് സിസ്റ്റം എന്നുള്ളത് ഇന്ത്യൻ ഇംഗ്ലീഷ് ജനറലി യൂസ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ നമ്പറിംഗ് സിസ്റ്റം എന്നുള്ളത്. ഇഡിയോമാറ്റിക് ഫോംസ് ഇന്ത്യൻ ലിറ്റററി ലാംഗ്വേജിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇംഗ്ലീഷിൽ വെർനാക്കുലേഴ്സ് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി ദർ ഈസ് ജനറൽ ഹോമോജീനിറ്റി ഇൻ ദിസ് ഏരിയാസ് ബിറ്റ്വീൻ വേരിയൻസ് ഓഫ് ദ ഇന്ത്യൻ ഇംഗ്ലീഷ് ഡയലക്റ്റ്. ഈ ഒരു ഫോണറ്റിക്സ്, വെക്കാബുലറി, ഫ്രേസോളജി എന്നൊക്കെ പറയുന്നുള്ളത് അതൊക്കെ ഇന്ത്യൻ ഇംഗ്ലീഷ് ഡയലക്റ്റിൽ വേരിയൻസ് ആയിട്ടുള്ള ഏരിയാസ് ആണ് എന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ മൊഡ്യൂൾ ഫസ്റ്റിലെ സെക്കൻഡ് വർക്കാണ് ഇപ്പം അപ്ലോഡ് ചെയ്യുന്നുള്ളത്. ഇനി ബാക്കിയുള്ള വർക്ക്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഓൾവേസ് സപ്പോർട്ടഡ് ദിസ് യൂട്യൂബ് ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് ഓൾസോ സ്റ്റേ കണക്റ്റഡ് ഫോർ മോർ അപ്ലോഡിങ് വീഡിയോസ്. സോ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് തീർച്ചയായും ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. സോ ആ ഒരു വർക്ക്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.